ഗുഡ് ആഫ്റ്റർനൂൺ. ലോവിസിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച മലബാർ കപ്പയാണത്. അനൂപിനെ ഞാൻ കപ്പ ഇറച്ചി എങ്ങനെയാണ് വെക്കുന്നതെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവനെ എങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് ഇത് ചെയ്തെടുക്കണം. കപ്പ സെപ്പറേറ്റ് വേവിക്കണം, ബീഫ് സെപ്പറേറ്റ് വേവിക്കണം. എന്നിട്ട് അവനെ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യും. മനസ്സിലായി? അപ്പോൾ നമ്മൾ ബീഫെല്ലാം പുരട്ടി വെച്ചിരിക്കുകയാണ്. നല്ലതായിട്ട് കഴുകി ഇതിൻ്റെ അകത്ത് ഉപ്പ്, മുളക്, മല്ലിപ്പൊടി ആദ്യമേവെല്ലാം ചേർത്ത് നമ്മളിതിനെ ഒരു ഇച്ചിരി നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നിൽക്കണം. അതിന് ശേഷം നമ്മുടെ ബീഫ് അടുപ്പത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ കപ്പ മറ്റേ സൈഡിൽ വേവുന്നു. വേറെ ഒന്നും അറിയാനില്ല. വൺസ് രണ്ടും വേവിച്ച് കഴിയുമ്പോൾ നമ്മളതിനെ മിക്സ് ചെയ്യും. അത്ര ഗ്യാസ് പോവാന്ന് പറഞ്ഞ അനൂപ് പുതിയ അടുപ്പൊക്കെ കത്തിച്ച് തരുവാണ് വെളിയിൽ. ഉണ്ടോ? പഴയ സ്റ്റൈലിൽ ചകിരിയൊക്കെ വെച്ച് കൊതുമ്പ് ഇല്ലടാ, അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് സേവ് ചെയ്യുകയും ചെയ്യാം. വെളിയിൽ തീ കൊണ്ട് കത്തിക്കുന്നതിന് പ്രത്യേക ടേസ്റ്റ്. നമ്മുടെ ഇട്ടോ എല്ലാം പറഞ്ഞുതരാം. ഓ, അകത്തോട്ട് തള്ളി വെക്കുവാനെ. കടുകിടുന്നു. ഉണ്ടോ? അപ്പോൾ കടുകിട്ടു. അതങ്ങോട്ട് പൊട്ടിത്തീരുമ്പോൾ നമ്മുടെ ഉള്ളി ഇടുന്നു. അടുപ്പത്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ടേസ്റ്റാണെന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വേനൽ, അതായത് വെയിലൊക്കെ ഒന്ന് ആറ് നീക്കുകയാണ്. നീ ഇട്ടു. പൊട്ടിത്തീർന്നു ഇട്ടു ഇട്ടു. ആഹാ, അനൂപാണെന്ന് മൊത്തം ഹെൽപ്പ്. ഇവനങ്ങോട്ട് വാടി വരുമ്പോൾ നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇടുന്നു. അതങ്ങോട്ട് സെറ്റായി വരുമ്പോൾ നമ്മൾ കപ്പയും കൂടെ അതിൻ്റെ മേലോട്ടിട്ട് അവനെ ഇളക്കി ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി ഗ്യാസ് ഇവിടെ ഇതുകൊണ്ട് സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ മൂത്ത് വരുന്നുണ്ട്. നമ്മളെ ഇച്ചിരി കരിയാപ്പില അല്ലേ, കരിയാപ്പില അങ്ങോട്ട് ഇടുന്നു. അവനങ്ങോട്ടൊരു കളറായി വരുന്നുണ്ട്. അനൂപ് പഠിക്കുകയാണ് കപ്പ ഇറച്ചി. വെള്ളം ഒഴിക്കണ്ട അപ്പം. അത് പിന്നീട് ബീഫെല്ലാം അങ്ങ് എടുക്കും കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ലോയിസാൻറ്റിക്ക് കപ്പ ഇറച്ചി ഉണ്ടാക്കി തരൂലേ? അല്ല. ഓക്കെ, അപ്പം നമ്മുടെ ബീഫ് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പൊടിപ്പിച്ച് വെച്ച ചില നല്ല പൊടി അങ്ങോട്ട് ചേർക്കുന്നു. കപ്പയും ബീഫൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ ഇതിനെ ഉടച്ചൊക്കെ എടുക്കണം. ഉണ്ടോ? കപ്പ ഇറച്ചി റെഡിയായി. ഇലയൊക്കെ ഇട്ട് മൂടി. എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? നീ കഴിച്ചില്ലല്ലോ ഇത്? കഴിച്ചു നോക്കി. കഴിക്കുന്നതിന് മുമ്പ് സൂപ്പറാന്ന് പറഞ്ഞാ കഴിച്ചോ നീ? അടിപൊളിയല്ലേ? ശരിയെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ നാടൻ മസാലയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലേ? ആർട്ടിഫിഷ്യലി ഒന്നുമില്ല. അനൂപേ, എങ്ങനെയുണ്ടത്? അടിപൊളിയല്ലേ?